ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം തിരുമലപ്പടാരം മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ലക്ഷറി വീടിന്റെ വിശേഷങ്ങളുമായാണ്. 5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ബ്ലാക്ക് കളർ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു വിക്കറ്റ് ഗേറ്റും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗേറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുറ്റം മുഴുവൻ ഇന്റർലോക്കുകൾ നൽകിക്കൊണ്ടാണ് വീടിന്റെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയും. കവേർഡായിട്ടുള്ള കാർ പാർക്കിനകത്ത് തേക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു 4 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ പ്രധാന വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. വീടിന്റെ മുൻവശത്തായി മതിലിനോട് ചേർന്ന് വലിയൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ഈ സൈഡിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു ക്ലാഡിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു ഒറ്റപ്പാളിയിലുള്ള ഒരു വിൻഡോയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പും സിറ്റ് ഔട്ട് മൊത്തത്തിലായിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇവിടെ ഒരു വുഡൻ പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഒറ്റപ്പാളി വിൻഡോയും നൽകിയിരിക്കുന്നു. ഇത് മൊത്തത്തിൽ തേക്കാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കൊണ്ടുവരാം. വീടിനുള്ളിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു വിശാലമായ ഒരു ഹാളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 160/80 സൈസിലുള്ള മാറ്റ് ഫിനിഷിലുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ ചുവരിൽ ഒരു ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നൽകിയിരിക്കുന്നു. വിശാലമായ ഒരു TV യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ TV യൂണിറ്റിന്റെ താഴെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിരിക്കുന്നു. WPCയുടെ ഒരു പാനലിങ്ങും നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെയാണ് ഇൻവെർട്ടറിന്റെ പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെയാണ് വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. വാഷ് ഏരിയയിൽ വാഷ് ബേസിന് ഒരു ഗോൾഡൻ കളറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പാനലിംഗ് നൽകിയിരിക്കുന്നു. അതുപോലെ ഒരു മിററും ഒരു പെബിൾസ് ഒക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് വരുമ്പോൾ ഹാളിലേക്ക് കണ്ട അതേ സെയിം പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ക്യാബിനും ലോവർ ക്യാബിനും ഒക്കെ നൽകിക്കൊണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ടാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ഫേബറിന്റെ ഒരു ചിമ്മിനിയും നൽകിയിട്ടുണ്ട്. ആഷ് കളർ ഗ്രാനൈറ്റ് നൽകിക്കൊണ്ടാണ് കിച്ചൺ ടോപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വോക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ കിച്ചന്റെ വാൾ മൊത്തത്തിൽ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ കിച്ചണിൽ കണ്ട അതേ സെയിം ഗ്രാനൈറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഒരു സിങ്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ടൊരു സെക്കൻഡ് വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. നമുക്ക് ഫിഷോ മീറ്റോ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ഹാൻഡ് ഷവർ നൽകിയിരിക്കുന്നു. ഒരു നനകല്ല് നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ആകെ 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് ആ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നേരത്തെ ഹാളിൽ കണ്ട അതേ സെയിം ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചുവരിലൊരു സ്ട്രക്ചർ വർക്ക് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു വലിയ വിശാലമായിട്ടുള്ള ഒരു കബോർഡ് നൽകിയിട്ടുണ്ട്. അത് ബെസ്റ്റ് വുഡ് വെച്ചിട്ടാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലംബിംഗ് ഫിറ്റിംഗ്സും സാനിറ്ററി ഫിറ്റിംഗ്സും എല്ലാം നൽകിയിരിക്കുന്നത് സെറോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് ഷവർ നൽകിയിട്ടുണ്ട്. ഡൈവേറ്ററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ അപ്സ്റ്റെയറിൽ ഹാൻഡ് റീൽ നൽകിയിരിക്കുന്നത് തേക്ക് വെച്ചിട്ടാണ് ഹാൻഡ് റീൽ നൽകിയിരിക്കുന്നത്. ഗ്ലാസിന്റെ ചെറിയ പോർഷനും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഇവിടെ സൈഡിലായിട്ട് ഒരു പർഗോള നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മേളിലും പർഗോള നൽകിക്കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ പോലെ തന്നെ സെയിം പാറ്റേണിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ സെയിം പാറ്റേൺ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചുമര് വന്നിട്ട് നമുക്കൊരു ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു എൽ ഷേപ്പ് വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു മേക്കപ്പ് സ്റ്റാൻഡും നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു AC പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു പ്രൈവറ്റ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു പ്ലാന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ സൈഡിൽ വരുമ്പോൾ ഒരു WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഒറ്റപ്പാളിയുടെ ആയിട്ടുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്.
ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും പ്ലംബിങ്ങും സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം സെറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മിക്സറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയും സെയിം പാറ്റേണിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. AC യുടെ പോയിന്റും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. വലിയ വലിയ തരത്തിലുള്ള വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലംബിംഗ് ഫിറ്റിംഗ്സും സാനിറ്ററി ഫിറ്റിംഗ്സും എല്ലാം സെറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹാൻഡ് ഷവർ നൽകിയിട്ടുണ്ട്. ഡൈവേർട്ടർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയും സെയിം പാറ്റേണിലുള്ള വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരാം. ഇവിടെ വരുമ്പോൾ പ്ലംബിംഗ് ഫിറ്റിംഗ്സും സാനിറ്ററി ഫിറ്റിംഗ്സും എല്ലാം സെറയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ഒരു മിക്സർ ആണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ഹീറ്ററിന്റെ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എല്ലാം നൽകിയിരിക്കുന്നത് ലീഗ്രാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതുപോലെ നമുക്ക് ഇവിടെ DB ബോക്സ്, ഹാവൽസിന്റെ DB ബോക്സ് ആണ് നൽകിയിരിക്കുന്നത്. അവിടെ നിന്നിട്ട് MCB എല്ലാം നൽകിയിരിക്കുന്നത് ലീഗ്രാൻഡിന്റെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിലെ ബാൽക്കണിയിലേക്ക് പോകാം. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും ഹാൻഡ് റീൽ നൽകിയിരിക്കുന്നത് സ്റ്റീലിന്റെ ട്യൂബ് വെച്ചിട്ടാണ് ഹാൻഡ് റീൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പർഗോള നൽകിയിട്ടുണ്ട്. അതൊക്കെ പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ടാണ് പർഗോള നൽകിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് ഒക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ബാൽക്കണി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഈ വീട്ടിൽ റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം നമുക്ക് വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് വളരെ വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ടാങ്ക് വരുന്നുണ്ട്. ടാങ്ക് ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. ടാങ്ക് വന്നിട്ട് ഒന്ന് വന്നിട്ട് നമ്മൾ കിണറിൻ്റെ വെള്ളവും ഒന്ന് വന്നിട്ട് വാട്ടർ കണക്ഷനും സെപ്പറേറ്റ് ചെയ്താണ് ടാങ്ക് നൽകിയിരിക്കുന്നത്. 5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തിയ ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്